ഓഫീസിന് മുൻപിൽ മണ്ണാർക്കാട് മുനിസിപ്പൽ UDF കൗൺസിലർമാർ പ്രതിഷേധ സമരം നടത്തി. ട്രഷറിയിൽ പണമില്ല. ടോക്കൺ ട്രഷറി ലഭിച്ചിട്ടും തൊഴിലുറപ്പ് വേതനം ഇവിടെ തൊഴിലാളികൾക്ക് നൽകാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിനിയോഗിക്കേണ്ട ഫണ്ട് തടഞ്ഞുവെച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി UDF കൗൺസിലർമാർ ട്രഷറിക്ക് മുമ്പിൽ സമരം നടത്തിയത്. സമരം മുനിസിപ്പൽ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് നഗരസഭയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ഈ ട്രഷറിക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ധർണാ സമരം സംഘടിപ്പിച്ചത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്ലാൻ ഫണ്ടിൻ്റെ വിനിയോഗം, അത് ഫണ്ട് അനുവദിക്കലും അത് അവസാന ഘട്ടത്തിൽ മാർച്ച് മാസത്തിലാണ്. നമുക്കറിയാം സർക്കാർ ഈ വർഷത്തെ ഫണ്ട് അനുവദിച്ചത് 23-ാം തീയതി, ഈ മാർച്ച് മാസം 23-ാം തീയതി രാത്രിയാണ്. മണ്ണാർക്കാട് നഗരസഭയുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനമായ 67,10,000 രൂപയുടെ ബില്ലുകൾ സമയബന്ധിതമായി 23-ാം തീയതിക്ക് മുമ്പ് ട്രഷറിയിൽ സമർപ്പിക്കുകയും 23-ാം തീയതി ടോക്കൺ നമ്പർ 5, അതുപോലെ 25-ാം തീയതിയും ഒരു ടോക്കൺ ലഭിച്ചു. 2 ടോക്കൺ ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. പ്ലാൻ ഫണ്ടിൽ ഏകദേശം 40 ലക്ഷം രൂപയോളം പ്ലാൻ ഫണ്ട് കൊടുത്തിരുന്നു. എന്നാൽ ഇതെല്ലാം കമ്പ്യൂട്ടറിൽ കയറി ട്രഷറിയിൽ നിന്നും അറിയിപ്പ് ലഭിച്ച്, സർക്കാരിൻ്റെ അറിയിപ്പ് ലഭിച്ചതനുസരിച്ച് കൊണ്ടാണ് ബില്ല് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ബില്ല് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഫണ്ട് ട്രഷറിയിൽ വരണം. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത്, ഈ ഫണ്ട് പിൻവലിച്ചത് സർക്കാരാണോ അല്ലെങ്കിൽ ട്രഷറി ഓഫീസറുടെ അനാസ്ഥ കാരണമാണോ ഈ ബില്ല് പാസ്സാകാതിരുന്നത്? ഞങ്ങൾക്ക് 4 ദിവസം കഴിഞ്ഞിട്ടൊരു വിളി വരികയാണ് ട്രഷറിയിൽ നിന്നും, നിങ്ങളുടെ ബില്ലുകൾ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട്. പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലം അവർക്ക് ഈ വിഷുവിനും അതുപോലെ പെരുന്നാളിനുമൊക്കെ ലഭിക്കേണ്ട പൈസ, നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനമായ 67 ലക്ഷം രൂപ ട്രഷറിയിൽ നിന്ന് അനുവദിക്കാത്തതാണോ അതോ സർക്കാർ നൽകാത്തതോ എന്ന് വ്യക്തമാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർമാൻ ആവശ്യപ്പെട്ടു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ K. പ്രസീത സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷഫീഖ് റഹ്മാൻ, മാസിദ സത്താർ, കൗൺസിലർ അരുൺകുമാർ പാലക്കുർശി ഉൾപ്പെടെയുള്ളവരും സമരത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാടിന് ഇനി പുതിയ വസന്തം. വസന്തം വെഡിംഗ് കാസൽ, ഓപ്പോസിറ്റ് KTM ഹൈസ്കൂൾ, മണ്ണാർക്കാട്.